നമസ്കാരം, ബൈറ്റ്സ് ആൻഡ് ഡ്രിങ്കിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ചാള കിട്ടി, അപ്പോൾ അടിപൊളി ഒരു ചാളക്കറി വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്കും പറഞ്ഞുതരാം. തട്ടിക്കൂട്ട് ചാളക്കറിയാണ് കേട്ടോ. ചെറിയുള്ളി കുറച്ചെടുത്തിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 3-4 പച്ചമുളക് നടുകെ കീറി വെച്ചു. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. കറിവേപ്പില. ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ചൂടായി വന്നു. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തേക്ക് ലേശം കടുക്, അതുപോലെ തന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്തു. നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതൊന്ന് പെട്ടെന്ന് തന്നെ പൊട്ടി വരും കേട്ടോ. പൊട്ടി വന്ന് അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ലേശം കറിവേപ്പില, പച്ചമുളക് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ നമുക്ക് ചെറിയുള്ളി ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി ഒന്ന് വഴണ്ട് വരണം. അധികം വഴലല്ല, അങ്ങ് ബ്രൗൺ കളറായി ഒന്നും പോകരുത്. അത് നല്ലതുപോലെ ഒന്ന് വന്നേച്ച് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. വീണ്ടും അപ്പോൾ പെട്ടെന്ന് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടുവേ. അത് ഉപ്പിട്ടിട്ട് പിന്നെ ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ചാള എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷാണ്. ഇപ്പോൾ ഇത്തിരി റേറ്റൊക്കെ കൂടി നിൽക്കുകയാണ്. ഞാൻ ഇത്തിരി കായപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മീൻകറിയിൽ ലേശം കൂടി പോകരുത്. ഇത്തിരി കായപ്പൊടിയൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ആ റെഡ് കളർ മീൻകറിയിലെ. വീണ്ടും നമ്മളൊന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരണം. കായൊക്കെ ഒന്ന് സ്മെല്ല് മാറി മൂത്ത് വരുമ്പോഴേക്കും നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണോളം ഉണ്ട്, അത് ഞാൻ ആഡ് ചെയ്തു. ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിടുവാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. പെട്ടെന്ന് തട്ടിക്കൂട്ടുണ്ടാകുമ്പോൾ സാധാരണ ഞാൻ ഈ ചെറിയുള്ളി ഇടിച്ചിട്ടാണ് ഇടാറുള്ളത്. ഇന്ന് വെറുതെ അങ്ങ് അരിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ഈ ചതച്ചിട്ടിടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനകത്തേക്ക് ഞാൻ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. എന്നിട്ട് പിരിയമുളക് പൊടി, എരിവ് അധികം ഇല്ലാത്ത പിരിയമുളക് പൊടി ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തു. ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. തീ കുറച്ച് വെച്ചിട്ടുണ്ട് ഈ സമയത്ത്. നല്ലതുപോലെ ഇളക്കി കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് ആ ഒരു പച്ചമണമൊക്കെ പോയി ആ കളറൊന്ന് മാറും. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ മീൻകറിക്ക് കളറ് കിട്ടും. ഉണ്ടോ? ഇങ്ങനെ നമ്മൾ ഈ ഒരു ഇളക്കി ആ ഒരു ടൈമിൽ അത് തീ കുറച്ചിട്ട് ചെയ്യണം. അതിൻ്റെ ഇത്തിരി വെള്ളം ഒഴിക്കണം. അപ്പം ഞാൻ ഒഴിക്കുന്ന വെള്ളം ഞാൻ ഈ കറികൾ വയ്ക്കുമ്പോൾ അടുത്ത് തന്നെ ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കും. ആ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ചൂട് വെള്ളമാണല്ലോ, അപ്പോൾ ആ ഒരു പച്ചപ്പ് ചുവയ്ക്കത്തില്ല നമ്മുടെ മസാലയ്ക്ക്. ഇത് നല്ലതുപോലെ എന്നിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുത്ത് ആ ഒരു എണ്ണ ഇങ്ങനെ തെളിയുന്ന സമയത്ത് ഒരു ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്തു. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. തക്കാളി ഒന്ന് തവി വെച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ നല്ലതാണ് കേട്ടോ. എന്നിട്ട് ഇതൊക്കെ പെട്ടെന്ന് കഴിയുന്ന സംഭവങ്ങളാണ് കേട്ടോ. അധികം സമയമൊന്നും എടുക്കത്തില്ല. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കണം. തക്കാളി ഒന്നും കൂടെ ഒന്ന് വഴന്ന് ആ വെള്ളമൊക്കെ ഇറങ്ങി വരുന്ന സമയമാകുമ്പോഴേക്കും ലേശം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് തിള വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ആ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്കുക കേട്ടോ. അത് നമുക്ക് തിളച്ച് വന്ന് കേട്ടോ, നമ്മൾ കറി തിളച്ച് വരുന്നു. അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ആ പുളി ഇട്ട് കൊടുക്കാം. ഇത്തിരി പുളിയുടെ വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്, ഫുള്ള് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ തക്കാളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് അത്ര പുളി വേണ്ടി വരില്ല. അപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ സമയത്ത് നമുക്ക് പുളിയും ഉപ്പും എല്ലാം നമുക്ക് നോക്കണം. പുളി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ, എന്നാൽ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ടിടാം. ശേഷം നല്ലതുപോലെ ഒന്ന് തിളച്ച് ആ പുളിയും കൂടി ഒന്ന് തിളയ്ക്കുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ചാള വൃത്തിയാക്കി വെച്ച് വരഞ്ഞ് വെച്ചേക്കുന്ന ചാള നമുക്ക് അതിനകത്തേക്ക് എടുത്ത് പെറുക്കിയിട്ട് കൊടുക്കാം. അതിലേക്ക് എനിക്ക് കിട്ടിയതിലാണെങ്കിൽ 1-2 ഉടഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല മുട്ടയുള്ള ചാളയായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ നമുക്ക് അതിനകത്തേക്ക് ഇങ്ങനെ നിരത്തി കൊടുത്ത് മുട്ടയെടുത്തിട്ട് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ആ തവി കൊണ്ടൊന്ന് ചാറ് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന പരുവത്തിലാക്കാം. അപ്പോൾ ആ കറിക്ക് കളറുണ്ടാവും. തുറന്ന് നോക്കിയപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നതാണേ, അസലായിട്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ചാറൊക്കെ വറ്റി ചാളയിലൊക്കെ നല്ല ചാറൊക്കെ ആയിട്ടുണ്ട്. ഞാനപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം പുളിയൊക്കെ കറക്റ്റാണ്, ഉപ്പും പാകത്തിനാണ്, ഒന്നും രണ്ടാമത് ചേർക്കേണ്ടി വന്നില്ല. കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഇനി തൂക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പുളി കൂടുതലാണെങ്കിൽ പുളി എടുത്ത് മാറ്റാനും ഈ സമയത്ത് മറക്കണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി നമുക്ക് അതിൻ്റെ മുകളിൽ തൂക്കിയിട്ട് അടച്ച് വെക്കണം. അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് വന്ന് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ നേരം ആകുമ്പോഴേക്കും നമ്മൾ തുറക്കുമ്പോൾ ഉണ്ടല്ലോ
അസാധ്യ സ്മെല്ലായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ അടിപൊളിയായിട്ടിരിക്കുന്ന കാണാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പുതിയ പുതിയ റെസിപ്പീസ് കിട്ടാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നല്ല സെറ്റായിട്ടിരിക്കുന്നു, അടിപൊളി ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ നമുക്ക് പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈറ്റ്സ് ആൻഡ് ഡ്രിങ്ക്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ. സീ യു ഫ്രം ബൈറ്റ്സ് ആൻഡ് ഡ്രിങ്ക്.